തീർച്ചയായും രണ്ടാം ദിവസവും PV അൻവർ MLA രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം പാർട്ടി കമ്മിറ്റിക്കകത്തായിരുന്നു. അദ്ദേഹം എന്തോ പറഞ്ഞത് മുഴുവൻ അറിയാൻ പാടില്ല, മുഴുവൻ കേട്ടില്ല. കേട്ട കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതയാണെങ്കിൽ അത് ഗൗരവമുള്ളതാണ്. വസ്തുതയാണെങ്കിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള പാർട്ടിയാണ് CPM. MLA പറയുന്ന ഈ ആരോപണത്തെപ്പറ്റി ആ പാർട്ടിക്ക് അന്വേഷിക്കാനും ആവശ്യമെങ്കിൽ അടുത്ത നടപടി സ്വീകരിക്കാനും എല്ലാമുള്ള രാഷ്ട്രീയ ബോധവും പക്വതയുമുണ്ടെന്ന് സഹോദര പാർട്ടിയായ CPI ഉറപ്പുണ്ട്. അല്ലാതെ ഇപ്പം ഭരണപക്ഷ MLA പറഞ്ഞത് CPI ആയാലും CPM ആയാലും ഒക്കെ ഇത്തരത്തിലാണോ കാര്യങ്ങളോട് സമീപിക്കുന്നത്? ഇതേപ്പറ്റി CPIക്ക് ഇപ്പോൾ എന്താണോ പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അടക്കമാണ് മുഖ്യമന്ത്രി, ഒപ്പം ഒരു ADGPക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നു എന്നുള്ളത് സർക്കാരിന് എവിടെയെങ്കിലും എൻ്റെ മറുപടി അതെല്ലാം കവർ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആരോപണങ്ങൾ വസ്തുതയുണ്ടെങ്കിൽ ഗൗരവകരമാണ്. CPIക്ക് ഇപ്പോൾ എന്താണോ പ്രതികരിക്കാനുള്ളത് ആ പ്രതികരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പോൾ പറയാനുള്ളൂ. ഇതിലെന്തെങ്കിലും ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ LDF കൺവീനർ എന്നുള്ള നിലയിൽ EP ജയരാജൻ്റെ പ്രവർത്തനത്തിൽ CPI തൃപ്തരായിരുന്നു. ആ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാനമുള്ള പ്രസ്താവന വന്ന അന്ന്, അത് പോളിംഗ് ഡേയിലായിരുന്നു, വന്ന അന്ന് ഒട്ടും വൈകാതെ അതേപ്പറ്റി CPI പ്രതികരിച്ചിട്ടുണ്ട്. CPI നിലപാട് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട സഖാക്കളെ, CPM സഖാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. CPI നിലപാട് അതാണ്. ഇപ്പോൾ കൈക്കൊണ്ട തീരുമാനം സ്വാഗതാർഹമാണ്. ജാഗ്രതയോടെ തന്നെ ഉണ്ടായിരുന്നുള്ള ആ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനം അന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കൊണ്ടേക്കാണോ അന്ന് ഞാൻ പറഞ്ഞു. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അന്ന് ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു. പുതിയ കൺവീനറെ ഞങ്ങൾ വളരെ പ്രതീക്ഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. TP രാമകൃഷ്ണൻ LDF പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനത്തെ കെട്ടുറപ്പോടെ നയിക്കാനുള്ള അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ ബോധമുള്ള പക്വതയുള്ള സഖാവാണെന്ന് ദീർഘവർഷങ്ങളുടെ ബന്ധങ്ങൾ CPIക്ക് പറയാൻ കഴിയും. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നു. ഒരു വിഷയം കൂടി, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വലിയ ചർച്ചയായി മാറുകയാണ്. ഇന്നലെ പൊളിറ്റിക്കൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഒരു നേതാവ് പറയുകയാണ്, ഇവിടെ ആളുകളുമായി വലിയ അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ. ഈ രാഷ്ട്രീയത്തിലും അങ്ങനെയാണെങ്കിൽ ഒരു ശുദ്ധികലശം ആവശ്യമില്ലേ? അതേപ്പറ്റി കോൺഗ്രസ് പറയട്ടെ. മറ്റൊന്ന് ഈ മുകേഷിന്റെ രാജി സംബന്ധിച്ച് CPM ഉടൻ തീരുമാനം എടുക്കാത്തത്? ഇല്ലല്ല, അതേപ്പറ്റിയും CPIക്ക് പറയേണ്ട കാര്യങ്ങൾ CPI പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ പ്രത്യേക സാമർഥ്യം കൊണ്ട് നിങ്ങളതിനകത്തൊരു കഥയുണ്ടാക്കി. ഈ വിഷയത്തിൽ CPIക്കകത്ത് രണ്ട് അഭിപ്രായമുണ്ടെന്ന്. അങ്ങനെയില്ല. CPIക്കകത്ത് ആ വിഷയത്തിൽ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് പൂർണ്ണ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീപക്ഷത്താണ്. വിമൻ കളക്റ്റീവ് ഇൻ സിനിമ ഉണ്ടായ ദിനം മുതൽ CPI അവരുയർത്തിയ വിഷയങ്ങളെ, പ്രശ്നങ്ങളെ ഒരു സൗഹാർദ്ദ ബുദ്ധിയ കണ്ട പാർട്ടിയാണ്. അവരുടെ കൂടെയാണ് CPI. സിനിമാ രംഗത്ത് ശുദ്ധീകരണം വേണം. സ്ത്രീകളെ ഇതുപോലെ കടന്നാക്രമിക്കുന്ന വേദിയായി, ഒരാൺ ഹുങ്കിൻ്റെ വേദിയായി മാറാൻ പാടില്ല സിനിമ. അതാണ് CPI നിലപാട്. മാന്യമായ അന്തസ്സുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ വേദിയാകണം സിനിമ. അതാണ് CPI നിലപാട്. അല്ല, ഒറ്റ നിലപാടേ CPIക്കുള്ളൂ. നിങ്ങൾ മാധ്യമങ്ങളുടെ ദുസ്സാമർത്ഥ്യം കൊണ്ടെന്ന് ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ കഥയുണ്ടാക്കി. നിലപാട് ഡൽഹിയിൽ വേറൊന്നാണ്, ഇവിടെ വേറൊന്നാണ്. ഡൽഹിയിലാകട്ടെ എവിടെയാകട്ടെ CPI ഒന്നാണ്. CPIക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് സ്ത്രീപക്ഷത്താണ്. നിങ്ങളാരോ സാമർഥ്യപൂർവ്വം പറയുന്നു CPIയുടെ ഒരു ഘടകം സ്ത്രീപക്ഷത്തല്ല, വേറൊരു ഘടകം സ്ത്രീഭാഗത്താണ്. അങ്ങനെ CPI ഇല്ല. CPIക്കകത്ത് എല്ലാവർക്കും അറിയാം. ഈ പാർട്ടിയെ അറിയുന്ന മുഴുവൻ പേർക്കും അറിയാം. ഡൽഹിയിലായാലും തിരുവനന്തപുരത്തായാലും ഒറീസയിലായാലും ഹൈദരാബാദിൽ എവിടെയായാലും CPIക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, ഒരു നിലപാടേ ഉള്ളൂ, അത് സ്ത്രീപക്ഷത്തായിരിക്കും. സംശയമൊന്നും വേണ്ട. സംശയമൊന്നും വേണ്ട. ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള രാഷ്ട്രീയ പക്വതയും ബോധമുള്ള പാർട്ടിയാണ് CPI.